എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അനുഭവം കൊണ്ടാണ്. നമ്മുടെ ഗ്രൂപ്പിലെ സിന്ധു ലൈജു എന്ന് പറയുന്ന ഒരു സഹോദരിക്ക് ഉണ്ടായ ഒരു അനുഭവമാണത്. അപ്പോൾ സിന്ധുവിൻ്റെ അനുഭവങ്ങൾ നേരത്തെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗുരുലീല ബുക്കിലും അത് ഷെയർ ചെയ്തിട്ടുണ്ട്. സിന്ധു ഷിർദി സായിബാബ ഭക്തയാണ്. യാദൃശ്ചികമായിട്ടാണ് സിന്ധു നമ്മുടെ ഗ്രൂപ്പിൽ വന്ന് പെട്ടത്. വേറെ ആരെയോ വിളിച്ചപ്പോൾ നമ്പർ മാറിപ്പോയി എനിക്ക് വന്നതാണ്. അപ്പോൾ പിന്നെ ഈ ഗ്രൂപ്പിൽ അങ്ങ് ചേർന്നു. നമ്മുടെ കൂട്ടത്തിൽ സിന്ധു യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ സായി സച്ചരിതം എല്ലാം വായിക്കുമ്പോൾ അതിൽ കുറേ അനുഭവങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ എന്നൊക്കെ ഇങ്ങനെ ആശ്ചര്യപ്പെടും. പക്ഷെ നമ്മുടെ ചുറ്റും അതുപോലത്തെ തന്നെ അനുഭവങ്ങൾ നടക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാവില്ലായിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ ഈ തലമുറയൊക്കെ കഴിഞ്ഞ് അടുത്ത തലമുറ വന്നു കഴിയുമ്പോൾ നമ്മൾ എഴുതിയ ഗുരുലീല ബുക്കൊക്കെ വായിക്കുമ്പോഴായിരിക്കും അവർക്കും അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാവുന്നത്. അതുപോലെ ബാബ ഭക്തർക്ക് പല രൂപത്തിൽ ദർശനം കൊടുക്കുമല്ലോ. അപ്പോൾ നേരിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വരാൻ പറ്റിയില്ലെങ്കിൽ ചിത്രരൂപത്തിൽ വരുന്നത് സായി സച്ചരിതത്തിൻ്റെ 40-ാം അധ്യായത്തിലെ ഹേമത് പാന്തിൻ്റെ വീട്ടിലെ സായി ഭഗവാൻ ഒരു ചിത്രത്തിൻ്റെ രൂപത്തിൽ വന്ന് അനുഗ്രഹിച്ചത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു അനുഭവമാണ് സിന്ധു പറയാനുള്ളത്. സിന്ധുവിൻ്റെ വാക്കുകൾ കേൾക്കുന്നതിന് മുമ്പ്, സിന്ധുവിൻ്റെ മകളുടെ കല്യാണമായിരുന്നു. അതിന് മോഹൻജിയുടെ ഒരു അനുഗ്രഹം തൃപ്രയാറ് വന്നപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കൂട്ടത്തിൽ ഞാൻ പറയാം, നമ്മളൊരു ഗുരുവിനിൽ സമീപിക്കുമ്പോൾ, നമ്മൾ ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ഈഗോ പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്യുവാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഗുരുവിലൂടെ ഗുരു പരമ്പര മുഴുവനും പ്രവർത്തിക്കുന്നത് കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം നമ്മൾ ഒരു മനുഷ്യരൂപത്തിൽ ഗുരുവിനെ കാണുമ്പോൾ എല്ലാത്തിലും കുറ്റം കണ്ടുപിടിക്കുന്നവരുണ്ടാവും. ഗുരു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. പക്ഷേ ആ മനുഷ്യരൂപത്തിൽ പ്രവർത്തിക്കുമ്പോൾ അപ്പുറം ആ ഗുരുമണ്ഡലത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേർക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഗുരുവുമായിട്ട് നമ്മൾ കണക്ട് ചെയ്താൽ മതി. ഒരുപാട് ഗുരുക്കന്മാരുടെ അടുത്ത് ഓടിയെടുക്കേണ്ട ഒരു ഗുരുവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആ ഗുരുമണ്ഡലത്തിൻ്റെ ബ്ലെസ്സിങ്സ് നമുക്ക് വന്നുകൊണ്ടിരിക്കും. നമുക്ക് വേണ്ട അറിവുകൾ ഗുരു തന്നുകൊണ്ടിരിക്കും. നമുക്ക് തരേണ്ട അനുഭവങ്ങൾ തന്നുകൊണ്ടിരിക്കും. ആ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ശാന്തിയും സമാധാനവും എല്ലാം നമുക്ക് ലഭിക്കും. അപ്പോൾ അതുപോലത്തെ ഒരു അനുഭവമാണ് സിന്ധുവിൻ്റേത്. അതായത് ഒരു ഗുരുവുമായിട്ട് നമ്മൾ കണക്റ്റ് ആവുമ്പോൾ ഗുരു പരമ്പര മുഴുവനും നമ്മളെ അനുഗ്രഹിക്കും. പിന്നെ നമുക്ക് ഏത് രൂപത്തിലാണോ ഗുരുവിനെ കാണാൻ ഇഷ്ടം ആ രൂപത്തിൽ തന്നെ നമ്മളെ അനുഗ്രഹിക്കുമെന്ന് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ള അനുഭവങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ഞാനിത് പറയാൻ നേരത്ത് തന്നെ നമ്മുടെ ഗ്രൂപ്പിലെ ഒരു ചേച്ചി എനിക്കിപ്പോൾ മെസ്സേജ് അയക്കുമായിരുന്നു. അതായത് ഇന്നലെ മാനസപൂജ ചെയ്യണ്ടായിരുന്നു. രാത്രി ഒരു 6:45 അത് പെട്ടെന്ന് തീരുമാനിച്ചത്. ഒരു സഹോദരി വെച്ച് ഗുരുപൂർണിമയ്ക്ക് ആവാറായില്ലേ, ഞങ്ങൾ മാനസപൂജ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ലിങ്ക് ഇട്ടു. ഒരു 10 മിനിറ്റ് കൊണ്ട് ലിങ്ക് ഇട്ട് ഞങ്ങൾ കയറി ചെയ്തു. അപ്പോൾ പലരും കണ്ടില്ല അത്. അപ്പോൾ അതിൽ ഒരു സഹോദരി ഡെയിലി ഭഗവാന്റെ ശിവലിംഗം മനസ്സിൽ വെച്ചിട്ട് അർച്ചന ചെയ്യുന്നൊരു പതിവുണ്ട്. ഓം നമ ശിവായ ജപിച്ച് 108 തവണ. അപ്പോൾ അവർ കണ്ടില്ല ഈ ലിങ്കും, മാനസപൂജയുടെ ലിങ്കൊന്നും കണ്ടില്ല. പക്ഷെ അവർ മാനസപൂജയ്ക്ക് ഇരുന്നപ്പോൾ ഇന്നലെ മാനസപൂജയുടെ സമയത്ത് ഹൃദയത്തിൽ ശിവലിംഗം പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചിട്ട് എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. മോഹൻജിയുടെ പാദങ്ങളാണ് കാണുന്നത്. അപ്പോൾ അവർക്ക് അറിയില്ല നമ്മുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ മാനസപൂജ സമയത്ത് നടക്കുന്നത്. നമ്മൾ മാനസപൂജ നടത്തുമ്പോൾ ഗുരുവിൻ്റെ പാദങ്ങൾ സങ്കല്പിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ശിവലിംഗം കാണാത്തത്. എന്തായാലും രണ്ടും ഒന്ന് തന്നെയല്ലേ എന്ന് വിചാരിച്ചവർ തുടർന്നു. അത് കഴിഞ്ഞ് ഒരു ഗ്രൂപ്പ് തുറന്ന് നോക്കിയപ്പോഴാണ് കണ്ടത്. ഞാൻ പെട്ടെന്നാണ് ഒരു ലിങ്ക് ഇട്ടത്. 6:30 കഴിഞ്ഞപ്പോഴാണ് ലിങ്ക് ഇട്ടത്. 6:45 മാനസപൂജ ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് ഷെയർ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ ഗുരുവിൽ ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ട അറിവുകളും നമുക്ക് വേണ്ട ഗൈഡൻസും ഗുരു തന്നെ തന്നോളും. അത് ആ ഒരു ഗുരു പരമ്പര, ഭാരതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഗുരു പരമ്പരയാണ്. ആ ഒരു പരാശക്തി ഊർജ്ജത്തിൽ നിന്ന്, ആ ഒരു സോഴ്സ് എനർജിയിൽ നിന്ന് അതാത് കാലത്ത് രൂപമെടുത്ത ഗുരുക്കന്മാർ പല രൂപത്തിൽ വരും. ഒരു ഗുരുവിനെ നമ്മൾ ആശ്രയിച്ചാൽ മതി. പല ഗുരുവിൻ്റെ അടുത്ത് ഓടി നടക്കുന്നവർ എങ്ങും എത്തില്ല. അപ്പോൾ ഗുരുപരമ്പരയോടുള്ള ഒരു ആദരവും എന്താ പറയുക, ഗുരുപരമ്പരയിലുള്ള ഉറച്ച വിശ്വാസവും ഭാരതത്തിൻ്റെ ഒരു പൈതൃകമാണ്. അപ്പോൾ ആ പൈതൃകമുള്ളവർ ആ ഗുരുപരമ്പരയെ ഒരിക്കലും തള്ളിപ്പറയില്ല. അപ്പോൾ ഗുരുക്കന്മാരിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുക. എല്ലാവർക്കും സിന്ധുവിൻ്റെ ഈ ഒരു എന്താ പറയുക അനുഭവം ഒരു വഴികാട്ടിയാവട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓം സായിറാം, ജയ് മോഹൻജി. എൻ്റെ പേര് സിന്ധു ലൈജു. ഞാൻ ഈ സായിബാബ മിറാക്കിൾ ഗ്രൂപ്പിൽ വന്നിട്ട് 1 വർഷത്തോളമായി. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്നെ മാനസികമായും വളരെയധികം മാനസികമായി ബുദ്ധിമുട്ടിയത്, എന്നെ കൈപിടിച്ചുയർത്തിയത് ഈ ഗ്രൂപ്പിലെ അഡ്മിൻ ദേവാജിയും സഹോദരിമാരും അമ്മമാരുമാണ്. സത്യം പറഞ്ഞ ഇവരില്ലായിരുന്നെങ്കിൽ ഞാൻ വീണ് പോയാൽ
എന്റെ ആ തകർച്ചയിൽ നിന്ന് കൈപിടിച്ച് ഉയർത്തത് ഇവരാണ്. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാനും എന്റെ കുടുംബം ഒരുപാട് ഒരുപാട് കടപ്പെട്ടിരിക്കുകയാണ് ഈ അമ്മമാരോട്, സഹോദരിമാരോട്, ദീപാജിയോടൊക്കെ. എന്റെ മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് മോതിരമാറ്റം ചടങ്ങ് നടത്തിയത് വീടിനടുത്തുള്ളൊരു പള്ളുരുത്തിയിലെ ഭവാനീശ്വര ക്ഷേത്രത്തിലാണ്. എനിക്ക് എന്ത് സങ്കടം വന്നാലും, സന്തോഷം വന്നാലും, സങ്കടം വന്നാലും ഞാൻ കൂടുതലായി ഓടിച്ചിരുന്നത് എറണാകുളം തേവരയിലുള്ള ഭാവക്ഷേത്രത്തിലാണ്. അടുത്തുള്ള ഭഗവാന്റെ അടുത്ത് പോയാൽ ഞാൻ പെട്ടെന്ന് ഓടിച്ചെന്ന ഭാവിയുടെ ഞാൻ എല്ലാം ഉള്ളൂർന്ന് പറയും. അങ്ങനെ മോതിരമാറ്റ സമയത്ത് നവംബറിലായിരുന്നു മോതിരമാറ്റം. ആ സമയത്ത് എന്റെ ഹസ്ബൻഡ് സുഖമില്ലാണ്ടായി. കണ്ണിന് ചെറിയൊരു അസുഖം ബാധിച്ച് കാഴ്ചക്ക് വളരെ ബുദ്ധിമുട്ടായി. ആ സമയത്ത് ദീപാജി മൈത്രിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് കുറച്ചൊക്കെ എന്റെ ഹസ്ബൻഡിന് ഭേദമായി. മൈത്രി എടുത്തു. പിന്നെ ബാബയോട് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. എന്റെ മോളുടെ വിവാഹ നിശ്ചയമാണ്, അവിടുത്തെ സാന്നിധ്യം ഉണ്ടാവണം പറഞ്ഞു. ബാബയെ ക്ഷണിക്കുകയും ബാബയോട് ഒരുപാട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. ബാബയുടെ മോഹൻജിയും ഒരു ദിവസം പോലും ഓർക്കാത്ത ദിവസം അവരെ വിളിച്ചുകൊണ്ടേയിരിക്കും. എന്റെ ആത്മീയ ഗുരുവായി മോഹൻജിയെയും ബാബയെയും വിളിച്ചുകൊണ്ടേയിരിക്കും ഞാൻ. അങ്ങനെ മോതിരമാറ്റ സമയത്ത് തടസ്സമില്ലാതെ നടത്തണം. കാരണം ഭർത്താവിന് പെട്ടെന്ന് സുഖമില്ലാണ്ടായിപ്പോയി. കുടുംബനാഥൻ വീണ് പോയാലുള്ള അവസ്ഥ അറിയാല്ല. അപ്പൊ ആ സമയത്ത് ഞാൻ ഭാബയെയും മോഹൻജിയും ഒരുപാട് പിടിച്ചിട്ടിരിക്കാം. എന്റെ ഗുരുവായൂരപ്പനെ ഞാൻ മുറുകെ പിടിച്ചോണ്ടിരിക്കാം. അങ്ങനെ മോതിരമാറ്റ സമയത്ത് ഞാൻ ബാബയെ പ്രത്യേകമായിട്ട് വിളിച്ചിരുന്നു. ബാബ വരണോട്ട് അവിടുത്തെ സാന്നിധ്യം ഉണ്ടാവണോട്ടോ, മോഹൻജി അവിടുത്തെ സാന്നിധ്യം ഉണ്ടാവണോട്ടാണ് വിളിച്ചോണ്ടേ ഇരുന്നായിരുന്നു ഞാൻ. മോതിരം മാറ്റ സമയത്ത് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ ഞാനും എന്റെ ഹസ്ബൻഡും ചെറുക്കന്റെ അച്ഛനമ്മ മോളുമാണ് നിൽക്കുന്നത്. ബാക്കി എല്ലാവരും ചുറ്റും കൂടി നിൽക്കുക. ആ സമയത്ത് ഒരമ്മ ഒരു പ്രത്യേക വേഷം, പട്ടിയാലാണോ എന്തൊരു പ്രത്യേക വേഷമൊക്കെ ഇട്ട് അവിടുന്ന് കാലിങ്ങനെ വലിച്ചു നടന്നു വരണം. കണ്ടാലൊരു മന്ദബുദ്ധി, അതായത് ഒരു മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ഒരു കുട്ടിയുടെ മുഖഭാവം. എന്നാൽ അങ്ങനെയാണോ വെച്ചാൽ അല്ല, അങ്ങനെ അല്ലെന്ന് വെച്ചാൽ അതേപോലത്തെ ഒരു മുഖഭാവം. ആ അമ്മ അവിടുന്ന് വരണം. നമ്മൾ പോണ ഞാൻ കണ്ട്. പിന്നെ കുറച്ച് നേരം പുറകെ കൂടി അങ്ങോട്ട് പോകണം, അമ്പലത്തിലേക്കും കയറണ കണ്ട. ആദ്യം പുറത്തേക്ക് പോകണുണ്ട്, പിന്നെ അകത്തേക്ക് അങ്ങോട്ട് പോകണുണ്ട്. അപ്പൊ അങ്ങോട്ട് നടക്കുന്നത് കണ്ടായിരുന്നു. ഒരു പ്രത്യേക വേഷമായിരുന്നു ധരിച്ചിരിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് മോളുടെ മോതിരമാറ്റെല്ലാം കഴിഞ്ഞ ആ സമയത്ത് ഞാൻ ബാബയെ വിളിച്ചോണ്ടിരിക്കുക. ബാബ മോഹൻജി അവിടുത്തെ സാന്നിധ്യം ഉണ്ടാവണേ, തടസ്സം ഉണ്ടാവണേ, എല്ലാം നടത്തണേ. നിങ്ങനെ ഭഗവാന്റെ മുമ്പിലാണെങ്കിൽ ഇങ്ങനെ വിളിച്ചോണ്ടേയിരിക്കാം, മനസ്സിൽ ഉരുവിട്ടോണ്ടേയിരിക്കാം. മോതിരമാറ്റം എല്ലാം കഴിഞ്ഞ് മോളും ചെറുക്കണം അങ്ങോട്ടൊക്കെ പോയി, എല്ലാവരും അങ്ങോട്ടൊക്കെ പോയി. പെട്ടെന്ന് എന്റെ ചെവിയുടെ അരിയത്ത് വന്നിട്ടൊരു പ്രത്യേക ഒരു ഗാംഭീര്യ ശബ്ദത്തില് വിവാഹമാണോ എന്നാണ് ചോദിച്ചത്. സത്യം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഈ ഏരിയയിൽ അങ്ങനെയൊന്നും അധികം വരും. മിക്കവരും അതെ വിവാഹമാണോ എന്ന് ചോദിക്കാറില്ല, കല്യാണമാണോ എന്ന് ചോദിക്കാറുള്ളൂ. കല്യാണമാണോ അങ്ങനെ ചോദിക്കും, വിവാഹമാണോ എന്ന് ചോദിക്കാറില്ല. അപ്പോ ഈ അമ്മ എന്നോട് ചോദിക്കുന്നത് വിവാഹമാണോ എന്ന് വളരെ ഗാംഭീര്യമായ ശബ്ദം. പക്ഷെ ആ മുഖഭാവം കണ്ടാൽ ഇങ്ങനെ സംസാരിക്കുമോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ആ ഗാംഭീര്യ ശബ്ദം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വിവാഹമല്ല, മോതിരമാറ്റമാണ് മോളുടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്നോട് കൈ നീട്ടാൻ പറഞ്ഞു. കൈ നീട്ടാൻ പറഞ്ഞാല് ആക്ഷനോടെ കണ്ടുകൊണ്ട് ആക്ഷൻ കാണിച്ച് കൈ നീട്ടെന്ന് പറഞ്ഞു. ഞാൻ കൈ നീട്ടി, എന്താണാവോ കൈ നീട്ടണാവോ, കൈ നീട്ടിപ്പോ എന്തോ ഇങ്ങനെ ഉണ്ട് ഉള്ളം കൈക്ക് ഇങ്ങനെ അമർത്തി ഇങ്ങനെ കുത്തിനെ വെച്ച് തന്നു. ശരിക്കും എന്റെ കൈ കുറച്ച് വേദനിച്ച് പോലെ ഞാൻ ഇങ്ങനെ നോക്കി. പിന്നെ കൈ വിടർത്തിങ്ങനോ എന്റെ ഉള്ളം കൈ വിടർത്തി ഞാൻ നോക്കിയപ്പോഴാണ് കുറച്ച് പുഷ്പങ്ങളാണ് പ്രസാദം എന്റെ കയ്യിൽ കുത്തിവെച്ച് തന്നെയാണ്. അതിങ്ങനെ വെച്ച് തരലും ആള് പൊയ്ക്കളഞ്ഞു, ആ അമ്മ പൊയ്ക്കളഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ നോക്കിയിട്ട് എന്താണോ ഇങ്ങനെ ആരും സ്തംഭിച്ച് നിൽക്കേ, ആരും അങ്ങനെ വെച്ച് തരാറില്ല, ഇവിടെ അങ്ങനെ ചെയ്യാറില്ല. ഓരോരുത്തർ അമ്പലത്തിൽ നിന്ന് പ്രസാദം വെച്ച് അങ്ങോട്ട് പോകും, അത്ര തന്നെ. ഇതിന്റെ കുറച്ച് പുഷ്പങ്ങൾ എന്റെ കൈ നീട്ടി ഉള്ളം കയ്യിൽ വെച്ച് തന്നിട്ട് ഈ അമ്മ ഇങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അത് വിട്ടിട്ട് ആരാണാവോ, ഇവിടെ അങ്ങനെ അധികം കണ്ടിട്ടില്ല ഈ അമ്മയെ. ഇങ്ങനത്തെ ഒരു വേഷവിധാനം സാധാരണ സേട്ടുമാര് ഇങ്ങനെ വേഷവിധാനം ധരിക്കും. പക്ഷെ നമ്മുടെ ഈ ഏരിയ സേട്ടുമാരൊന്നും ഇല്ല. എറണാകുളം അങ്ങോട്ട് മട്ടാഞ്ചേരി തേവര ഭാഗത്ത് അങ്ങനെ മട്ടാഞ്ചേരിയിൽ കൂടുതൽ സേട്ടുമാരുള്ളത്. പക്ഷെ ഇവിടെ അങ്ങനെ ഏരിയയിലില്ല. ഈ അമ്മയെ അങ്ങനെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയുമില്ല. ഈ അമ്മ അതെല്ലാം വെച്ചിട്ട് അമ്മ പോയി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ജസ്റ്റ് ഒന്ന് മൊബൈലിൽ മോള് ഇങ്ങനെ ഫോട്ടോസ് ഇട്ടപ്പോഴാണ് ഞാൻ ശരിക്കും ഒന്ന് ഞെട്ടിയത്. കാരണം ഞങ്ങളുടെ ഫോട്ടോ ഒന്നും അധികം പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ അമ്മയുടെ നിൽപ്പെന്ന് വെച്ചാല് ഉള്ളം കയ്യിൽ കുറച്ച് നെയ്യ് വിളക്കും കുറച്ച് എണ്ണ വിളക്കും, 7 or 9 ഒരു വിളക്കുണ്ട് ഉള്ളം കയ്യിൽ പാത്രത്തില്. അത് വെച്ചിട്ട് മോളും മോളുടെ ചെറുക്കനും ഒപ്പം നിൽപ്പുണ്ട്. ഈ അമ്മ ആ ഫോട്ടോ കണ്ടാല് ഈ അമ്മ ഇവരെ ആനയിച്ചുകൊണ്ട് വരുന്ന പോലെ നിൽക്കുന്നത് ആ ഫോട്ടോയാണ്. ഒപ്പം ഞാൻ ഇത് അവിടെ വെച്ച് കണ്ട അമ്മയല്ലേ. ഡ്രസ്സ് നോക്കുകയാണെങ്കിൽ 3 പേരുടെ പിങ്ക്, ഈ അമ്മയുടെ ഡ്രസ്സ് പിങ്ക്, മോക്കളുടെ ഡ്രസ്സ് പിങ്ക്, കല്യാണ ചെറുക്കന്റെ ഡ്രസ്സ് പിങ്ക്, 3 പേര് ഒരേ കളർ. ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് എന്റെ മനസ്സിൽ അങ്ങോട്ട് തോന്നി ഇത് ബാബയുടെ സാന്നിധ്യമല്ലേ, ഇത് ബാബ പറഞ്ഞു വെച്ചതല്ലേ. കാരണം ഇങ്ങനെ വരാൻ വഴിയില്ല. അപ്പൊ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി ഇത് ആരാണ്. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ആൾക്കാരല്ല,
ചെറുക്കന്റെ ആൾക്കാരും അല്ല. പക്ഷെ ഈ നെയ്വിളക്കുമായിട്ട് മോളെ ആനയിച്ചുകൂടി വന്ന പോലെ നിൽക്കുന്നത് ഫോട്ടോ. പക്ഷെ ആ ഫോട്ടോ എന്റെ കയ്യിൽ മിസ്സായി പോയി. അപ്പൊ എന്റെ മനസ്സ് ശക്തമായി പറയേണ്ടത് ബാബ തന്നെയാണ്, വേറെ ആരുമല്ല. ബാബ അഴിച്ച ആൾ തന്നെയാണ് എന്റെ മനസ്സ് ശക്തമായി പറയാൻ തുടങ്ങി. പക്ഷെ ഇത് ആരും പറയാൻ പറ്റാത്ത അവസ്ഥ. ആരും പറയാൻ രണ്ടുമൂന്ന് പറഞ്ഞു, നമ്മൾ ഈ ആത്മീയ തലത്തിൽ നിൽക്കുന്ന ആൾ പറയാൻ പറ്റിയ വിശ്വസിക്കും, വേറെ പുറത്താരും പറയാൻ പറ്റില്ല. അങ്ങനെ എനിക്കൊരു ബാബയുടെ ഒരു ചെറിയൊരു സാന്നിധ്യം എനിക്ക് അന്ന് അവിടെ അനുഭവപ്പെട്ടായിരുന്നു. അത് കഴിഞ്ഞ് മെയ് മാസം 25 മോളുടെ കല്യാണം. ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ മാനസികമായിട്ടും ആകെ തളർന്നിരിക്കണായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ ഗ്രൂപ്പിലെ അമ്മമാര്, സഹോദരി, ഞങ്ങളുടെ ദീപാജി എല്ലാവരും ചേർത്ത് തന്നെ ശരിക്കും കൈ പിടിച്ച് ഉയർത്തി തന്നെയാണ് പറയാം. എന്റെ കുടുംബം ഞാൻ ആകെ തളർന്നിരിക്കുന്ന സമയത്താണ് അവരെല്ലാവരും ചേർന്ന് ഞങ്ങൾ താങ്ങി എന്ന് വേണം പറയാം. സാമ്പത്തികമായിട്ടായാലും അവരുടെ പ്രാർത്ഥനയായാലും ഞങ്ങളെ കൈ പിടിച്ച് ഉയർത്തി. അതേ നേട്ടിയെങ്കിലും ഞാൻ വേഗം വെഡിങ് കാർഡ് അടിച്ച് ഞാൻ ആദ്യം ബാബയ്ക്ക് കൊണ്ട് കൊടുത്ത എറണാകുളം തേർക്ഷേത്രത്തിൽ ബാബ എന്തുകൊണ്ട് ഞാൻ അങ്ങോട്ടേ ഓടുള്ളൂ. ബാബയ്ക്ക് കൊണ്ടുകൊടുത്ത് ബാബയെ ക്ഷണിച്ചു. ബാബ വരണം കേട്ടാ, ഞാൻ എന്റെ മോളുടെ വിവാഹമാണ്, ബാബ വരണം. എനിക്ക് കാരണം മാനസികമായിട്ട് ശാരീരികമായി ആകെ തളർന്നിട്ടില്ല. ഞാൻ എന്റെ കുടുംബം ആകെ വിഷമിച്ചിരിക്കുക. ബാബയുടെ സാന്നിധ്യം ഉണ്ടാവണം, അത് മോഹൻജിയുടെ സാന്നിധ്യം ഉണ്ടാവണം. അങ്ങനെ കല്യാണ ലെറ്റർ അവിടെ വെച്ചു, തിരുമേനി അവിടെ വെച്ചു. ഞാൻ ഉദ്ദേശിച്ച് അവിടെ വെച്ച് ഇങ്ങനെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചത്. പക്ഷെ തിരുമേനി ഒരു ബാബയുടെ തിരുന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ബാബയെ ക്ഷണിച്ചില്ല. ഞാൻ ബാബയുടെ ലെറ്റർ ബാബയുടെ പാദത്തിൽ വെച്ചു. അവർ ഞങ്ങളിങ്ങനെ പോന്ന്. അപ്പൊ സദാ മനസ്സിൽ ബാബയും മോഹൻജി ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കാം. അതിന് മകളുടെ വിവാഹം ഞാൻ വെച്ചിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടിക്കളഞ്ഞ ഒരു വഴിപാടുണ്ടായില്ല മോക്ക്. അതുകൊണ്ട് അവിടെ വെച്ച കല്യാണം മെയ് മാസം 25-ാം തീയതി നടത്താൻ തീരുമാനിച്ച്. ആ സമയത്ത് ഞങ്ങളുടെ ഗ്രൂപ്പിലെ സഹോദരിമാര് 2-3 പേര് വരാന്ന് പറഞ്ഞായിരുന്നു. സാന്ദ്ര ചേച്ചി, ചിത്ര, കുറച്ച് 2-3 സഹോദരിമാര് വരാന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ 2-3 ദിവസമായിട്ട് ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴ. മിക്ക സ്ഥലത്തും ബ്ലോക്കൊക്കെ, വെള്ളം കയറി ബ്ലോക്ക്, ബസ് ഒന്നും പോകാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥ. മകളുടെ അമ്മനെയും മകളെയൊക്കെ എന്റെ മോനെ എല്ലാവരും തലേദിവസം ട്രെയിനിൽ പറഞ്ഞു വിട്ടു. കാരണം പിറ്റേ ദിവസം പോകാൻ പറ്റത്തില്ലല്ലോ. ഞാൻ എന്റെ ഹസ്ബൻഡും വീട്ടിൽ നിന്ന് കുറച്ച് വിരുന്നുകാര് വരുമ്പോ അവര് വേണമല്ലോ എന്ന് വിചാരിച്ച് വേണമെന്ന് വെച്ചാൽ ഞാൻ എന്റെ ഹസ്ബൻഡും വീട്ടിൽ നിന്ന് മകളെല്ലാം തലേദിവസം പറഞ്ഞയച്ചു. അപ്പൊ ഹസ്ബൻഡിന്റെ പെങ്ങളുടെ ഹസ്ബൻഡും എല്ലാം കൂടി തലേദിവസം പോയി. പക്ഷെ അവർ ഉച്ചക്ക് ഇവിടുന്ന് ഭക്ഷണം വെച്ച് പുറപ്പെട്ടിട്ട് ഒരു 2 മണിയോട് പുറപ്പെട്ടിട്ട് അവർ 9:30 മണിയായിട്ട് അവര് ഗുരുവായൂർ എത്തിയിട്ടില്ല. കാരണം അത്ര ബ്ലോക്കാ. അപ്പൊ എനിക്ക് ഒരു സമാധാനമില്ല. കാരണം മഴ ഇങ്ങനെ തോരാണ്ട് വീട്ടിൽ പെയ്യാണ്. അപ്പൊ ഈ തലേദിവസം നമുക്ക് മോളുടെ മുഹൂർത്തം വെച്ചിരിക്കണം 10 മണിക്ക്, 10 തൊട്ട് 11 വരെ മുഹൂർത്തം വെച്ചിരിക്കണം. ആ സമയത്ത് അവിടെ എത്തണം. എന്ത് ചെയ്യും? വെളുപ്പിൽ ഞങ്ങൾ 5:05 ഞങ്ങൾ പുറപ്പെട്ട് അവിടെ എത്തിയപ്പോ 9:49 ഗുരുവായൂർ എത്തിയപ്പോ ഗുരുവായൂർ എത്തിയ. പക്ഷെ ഇവിടുത്തെ പോകുന്ന സമയത്ത് ഒരു മഴയൊന്നും അങ്ങനെയില്ല. പൊടിഞ്ഞൂടി നിൽക്കാനായിട്ട് വേറെ മഴ അങ്ങനെ ഇല്ല. കാലാവസ്ഥ ഒരുവിധം ഇങ്ങനെ ശാന്തമായി നിൽക്കുകയാണ്. പക്ഷെ ഗ്രൂപ്പിൽ മിക്കവരും വിളിച്ചു പറഞ്ഞ് അവർക്ക് വരാൻ പറ്റില്ല. കാരണം അത്ര ശക്തമായ മഴയാണ്, കാറ്റ് മഴ, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഞാനിങ്ങനെ ഞാൻ ഹസ്ബൻഡ് ടെൻഷൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുക. അവിടെ എത്തിക്കിട്ടേ ബ്ലോക്കിൽ പെട്ടുപോയി രക്ഷയില്ല. മകളും മാത്രമേ ഉള്ളൂ, മകളും അമ്മയും മകനൊക്കെ ഉള്ളൂ, പെണ്ണാമാർക്കുള്ളൂ. ഞങ്ങളുടെ അച്ഛനമ്മ ഇവിടെ കിടക്കുകയാണ്. ഭഗവാനെ വിളിച്ച് ഇങ്ങനെ പോവുകയാണ്. 9:49 ഗുരുവായൂർ എത്തിയപ്പോ ശക്തമായ മഴ, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യും? ആൾക്കാർക്ക് ആർക്കും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അവസാനം എല്ലാ വണ്ടിക്കുള്ളിൽ എല്ലാവരും പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, പെണ്ണിന്റെ അച്ഛനും അമ്മയും ഇവിടെ പോയി വേഗം പോയിക്കോന്ന് പറഞ്ഞു. അവിടെ എത്തല്ലേ മുഹൂർത്ത ടൈമായി വരുന്നതാണ്. അങ്ങനെ ഞാനും എന്റെ ഹസ്ബൻഡ് കൂടി നമ്മൾ ഓടാൻ തുടങ്ങി. ഓടി അവിടെ ചെന്ന് ആ സമയത്താണ് മകളെ കാണുന്നില്ല. അത്ര കൂടുതൽ തിരക്ക്. 318 258 കല്യാണം അവിടെ ഉണ്ട്. തിരക്കെന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ കാണാൻ പറ്റും. അപ്പൊ ആൾക്കാർ ആരെയും കാണുന്നില്ല. ചെറുക്കനെ വീട്ടുകാരെ എന്റെ മോളെ പോലും കാണുന്നില്ല. ഞാനും എന്റെ ഹസ്ബൻഡ് വിഷമിച്ച് ആകെ എന്റെ മോളെ എവിടെയെന്ന് പറഞ്ഞ കാണുന്നില്ല, ആരെയും കാണുന്നില്ല. അവസാനം ഫോൺ ചെയ്തിട്ട് പറയണൊന്നും മനസ്സിലാകുന്നുമില്ല. അങ്ങനെ നോക്കി പിന്നെ മോളെ കണ്ടുപിടിച്ചു. ഹസ്ബൻഡ് മോളെ കണ്ടുപിടിച്ച് പിന്നെ ചെറുക്കൻ എല്ലാവരും കണ്ടെത്തി. ആ സമയത്ത് മഴ ശാന്തമായി. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം, ബാബയുടെ അനുഗ്രഹം, എല്ലാ ഗുരുക്കന്മാരുടെ അനുഗ്രഹം, മഴ ശാന്തമായി എല്ലാവർക്കും അവരുടെ വിവാഹം കാണാൻ പറ്റി, കെട്ട് കാണാൻ പറ്റി. അത് കഴിഞ്ഞ് ആ തിരക്കിനിടയിലാണ് എന്നോടൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. ഇന്ന സമയത്ത് കല്യാണത്തിന് വന്നേക്കാന്നൊരു വാക്കുപോലും പറയാത്ത ഞങ്ങളുടെ ഗ്രൂപ്പിലെ സജിന ചേച്ചി, എന്റെ ഹസ്ബൻഡ് ആ തിരക്കിൽ ഞങ്ങൾ അന്വേഷിച്ചെടുക്കുകയാണ്. ആ സജിന ചേച്ചിയെ ഹസ്ബൻഡ് കണ്ടപ്പോ ഹസ്ബൻഡ് ഒരു ദിവസം, അതായത് കൊടുങ്ങൂടി, ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് കൊടുങ്ങൂടി സേവയ്ക്ക് പോയപ്പോ ഈ സജിന ചേച്ചി അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. ആ ഒരു ഓർമ്മയിൽ സജിന ചേച്ചിയെ വിളിച്ച് ഇത് സിന്ധു അന്വേഷിച്ചെടുക്കണമെന്ന് വെച്ചാൽ അതേ സിന്ധു അന്വേഷിച്ചെടുക്കാന്ന് പറഞ്ഞു. ആ സജിന ചേച്ചി കൊണ്ട് വന്നു. സജിന ചേച്ചിയും കൊണ്ടുവന്നു. ആ സജിന ചേച്ചി എന്റെ കയ്യിലേക്ക് ഒരു പൊതി വെച്ച് തന്നിട്ട് പറഞ്ഞു, സിന്ധു ഇത് ബാബയുടെ ഫോട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഓ ബാബ മോക്ക് കൊടുന്ന ഗിഫ്റ്റ് ആണല്ലേ? ഇല്ല, മോക്ക് മാത്രമല്ല സിന്ധുനും കൂടിയാന്ന് പറഞ്ഞു. കാരണം ഇവിടെ ഞാൻ കല്യാണം ബാബയെ ക്ഷണിച്ചിട്ടുണ്ട്, ബാബയുടെ സാന്നിധ്യം ഉണ്ടാവണം, എന്റെ മോഹൻജിയുടെ സാന്നിധ്യം ഉണ്ടാവണം എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണേന്ന്. പക്ഷെ ഈ ഫോട്ടോ വെച്ചിരുന്നു. ഇപ്പൊ അപ്പോഴും ഞാൻ ഈ മോഹൻജിയെ കണ്ടപ്പോഴും ഞാൻ എത്ര പ്രയാറൊക്കെ വെച്ച് കണ്ടപ്പോഴും ഞാൻ മോഹൻജി എന്റെ മോളുടെ വിവാഹമാണ്, എനിക്കൊരു സമാധാനം. മോഹൻജി പറഞ്ഞു എല്ലാം നടക്കും, എല്ലാ ഭംഗിയെ നടക്കും മോഹൻജി പറയുന്നത്. എങ്കിലും നമുക്ക് ടെൻഷൻ ഒഴിയുന്നില്ല. ഒരു വാക്ക് പറഞ്ഞു എല്ലാം ഭംഗിയെ നടക്കുമെന്ന് പറഞ്ഞായിരുന്നു. അതിൽ കാണിച്ചാൽ ഈ ബാബയുടെ ഫോട്ടോ വെച്ച് തന്നായിരുന്നു. അപ്പൊ ഞാൻ ഇപ്പൊ എന്റെ മനസ്സിലേക്ക് ഒന്നും പോകുന്നില്ല.
ബാബയുടെ ഫോട്ടോ സജിന ചേച്ചിക്കും ഒന്നും തോന്നില്ല. സജിന ചേച്ചി ഫോട്ടോ എങ്കിലും ബാബ തോന്നിപ്പിച്ച് കൊണ്ടുവന്നേന്ന് തോന്നുന്നു. പക്ഷെ സജിന ചേച്ചി എനിക്ക് ആ ഫോട്ടോ കൊണ്ട് തന്നു. സജിന ചേച്ചി അത് നിയോഗം വരുന്നത് ആ ഫോട്ടോ കൊണ്ടുവരുന്നത്. ആ ഫോട്ടോ ഞാൻ വാങ്ങിച്ച് എനിക്ക് പക്ഷെ എനിക്കൊന്നും ഒരു തലക്കൊന്നും ക്ലിക്കാവുന്നില്ല. ഞങ്ങൾ ടെൻഷനിച്ച് ഓടി നടക്കല്ലേ, ഈ ഫോട്ടോയും കൈ പിടിച്ച് ഓടുകയാണ്. ഭക്ഷണത്തിൽ ഇരിക്കുമ്പോഴും ഫോട്ടോ എന്റെ മടിയിലുണ്ട്, ഫോട്ടോ വെച്ചൊക്കെ ഇരിക്കുകയാണ്. പക്ഷെ എനിക്കൊന്നും തലയിലേക്കൊന്നും പോകുന്നില്ല, ചിന്തകളൊന്നും പോകുന്നില്ല. സജിന ചേച്ചി ബാബയുടെ ഫോട്ടോ കൊണ്ടു, ബാബ ഫോട്ടോ ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊണ്ട് ഞാൻ സ്വീകരിച്ചു. അങ്ങനെ അതിന്റെ കയ്യിൽ ആ ഒരു മൈൻഡുകളുണ്ട്, വേറെ മൈൻഡൊന്നും വരുന്നില്ല. പക്ഷേ അതിനുശേഷം വീട്ടിൽ വന്ന് അതിന്റെ പിറ്റേ ദിവസം ഞാൻ മൊബൈൽ എടുത്ത് ഞാൻ ജസ്റ്റ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ സത്യം വായിക്കാറുണ്ട്, എല്ലാവരും വായിച്ചിടാറുണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഞാൻ നോക്കിയപ്പോ ശോഭേച്ചി പറയുന്ന ഗ്രൂപ്പിൽ ശോഭേച്ചി പറയുന്നത് ഇത്രാം അധ്യായം അത് തീരാറായി. അപ്പൊ ഇത് ഇത്രാം അധ്യായത്തിന് നമ്മൾ വായിച്ചിട്ട് നമ്മൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഫോണിൽ കേട്ട് ഇത് കണ്ടപ്പോഴാണ് എനിക്ക് എന്റെ തലയ്ക്കകത്തൊരു മിന്നൽ എന്റെ ബുദ്ധി ശരിക്കും പറഞ്ഞ ഒരു ഓർമ്മ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അതായത് സായി സത്യത്തിൽ പറയുന്നുണ്ട്, ഹേമത് പാന്തിന്റെ വീട്ടിൽ ബാബയെ ക്ഷണിച്ചപ്പോ സദ്യ വിളമ്പിയിട്ടും ബാബ എത്തിയിട്ടില്ല. ബാബ വരുമെന്ന് വാക്കുറക്കാണ്, ബാബ എത്തിയിട്ടില്ല. ആ സമയത്ത് അവരെല്ലാം വിളമ്പി വെച്ച് നെയ്യ് ഒഴിച്ച് എല്ലാം വെച്ച സമയത്ത് വാതിൽ മുട്ടിയേക്കുന്നത്. വാതിൽ മുട്ടിയേക്കാൻ നേരത്താണ് രണ്ടുപേർ വന്ന് ബാബയുടെ ഒരു ചിത്രം കൊടുക്കുന്നത്, ഫോട്ടോ കൊടുക്കുന്നത്. ആ ഫോട്ടോ അവിടെ വെച്ചാണ് പിന്നെ ഭക്ഷണം കൊടുക്കുക. അപ്പൊ ഹേമത് പാന്ത് പറയുന്നത് ബാബയെ ക്ഷണിച്ചിരുന്ന കുടുംബങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബാബയെ ക്ഷണിച്ചിരുന്നു. പക്ഷെ ബാബ ചിത്രത്തിന്റെ രൂപത്തിലാണ് അവിടെ അന്ന് ആ വീട്ടിൽ വന്നത്. അതേപോലെയാണ് എന്റെ മനസ്സിലൂടെ തോന്നി. കാരണം ഞാൻ ബാബയെ പോയി ക്ഷണിച്ചിട്ടുണ്ട്, കല്യാണം ക്ഷണിച്ച്. ബാബ ഏത് രൂപത്തിലാണ് വന്നെ നമുക്കറിയത്തില്ല. ബാബ ക്ഷണിച്ചു, പക്ഷെ അതൊക്കെ പിന്നെ നമ്മ ഈ സമയത്ത് എല്ലാം അവിടെ മറന്നുപോയി. ബാബയെ ക്ഷണിച്ചിട്ടുണ്ട് എല്ലാം നമുക്കറിയാം. പക്ഷെ ബാബ വന്നത് ചിത്രത്തിന്റെ രൂപത്തിൽ തന്നെ. അതും സജിന ചേച്ചിയെ നിയോഗിച്ചതാണ്. ആ ഫോട്ടോ എന്റെ കയ്യിൽ പിടിച്ച് കല്യാണം തീരണവര് മോളുടെ സദ്യ മോളെ പറഞ്ഞു വിടുന്നവരെ ഈ ഫോട്ടോയും ബാബയുടെ ഫോട്ടോയും കൈ പിടിച്ചാൽ നടക്കുക. അപ്പൊ ബാബ ചിത്രത്തിന്റെ രൂപത്തിൽ എന്റെ കല്യാണത്തിൽ പങ്കെടുത്ത് ആ ഒരു സങ്കടം നോക്കി ഞാൻ മറന്നു പോവില്ലാന്ന് ഓർത്ത. ബാബയെ ക്ഷണിച്ചെങ്കിൽ അത് പിന്നെ നമ്മ വിട്ടു പോവില്ല. പക്ഷെ ബാബ ശരിക്കും പാർക്ക് പാലിച്ച് കല്യാണം പോയി വിളിച്ച് ബാബ വന്ന് അത് ചിത്രത്തിന്റെ രൂപത്തിൽ ഫോട്ടോ, ആ വലിയ ഫോട്ടോ രൂപത്തിലാണ് ബാബ വന്നത്. അത് എനിക്ക് സങ്കടകരം തന്നെയാണ്. അത് ഇത്രക്കും നമ്മളുടെ ആ പ്രാർത്ഥനയും വിളിയും ബാബ എല്ലാം അറിയുന്നുണ്ട്. എല്ലാം ഓർത്ത് എനിക്ക് ഭയങ്കര വിഷമവും സന്തോഷം അത് പറയാൻ പറ്റില്ല നമുക്ക്. അത് ഒരുപാട് എനിക്ക് സന്തോഷമുണ്ട്. കാരണം നമ്മൾ ബാബ അറിഞ്ഞില്ല, നമുക്ക് ചെന്ന് വിളിച്ച് ക്ഷണിച്ച് ബാബ വരണോട്ടാ കല്യാണത്തിന് എല്ലാം തടസ്സമില്ലാതെ നടത്താറുണ്ട്. വന്ന് ക്ഷണിച്ചപ്പോ ബാബ ഫോട്ടോ രൂപത്തിലെങ്കിലും എന്റെ ഈ കല്യാണത്തിൽ പങ്കെടുത്തില്ലേ എന്നുള്ള ആ സങ്കടം ഇല്ലേ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല സന്തോഷം. എന്നിട്ട് പോലും ഞാനത് പോയി ബാബനെ ഫോട്ടോ കൊണ്ട് നടന്നിട്ട് പോലും ഞാനത് ചിന്തിക്കുന്നില്ല, എന്റെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല കൂടെ ഉണ്ടെന്നുള്ളത്. അതിനുശേഷമാണ് സച്ചരിത്രം ഗ്രൂപ്പിൽ വായിച്ചപ്പോഴാണ് എന്റെ ചിന്ത എനിക്ക് ബുദ്ധി തെളിഞ്ഞു വന്നത്. ബാബ വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത്, ഹേമത്താന്റെ ഇത് വന്നത്. അപ്പൊ ബാബ ചിത്രത്തിന്റെ രൂപത്തിൽ എന്റെ മോളുടെ കല്യാണത്തിൽ പങ്കെടുത്ത് എനിക്കത് ഭയങ്കര സന്തോഷം തന്നെയാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ എല്ലാവർക്കും എല്ലാവരും ഐശ്വര്യം അനുഗ്രഹം എല്ലാം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ജയ്മോഹൻജി. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, സിന്ധുവിന്റെ മരുമകൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഈ ഒരു ഫോട്ടോ ചോദിച്ചു എന്ന് സിന്ധു പറയണ്ടേ. അപ്പോൾ അവർക്കൊരു വിഷമായി, മകളുടെ ഒന്നും ശരിയായിട്ടില്ല, പോകാനുള്ള വിസ ഒന്നും ശരിയായിട്ടുണ്ടായില്ല. അപ്പം രണ്ടുപേരും കൂടെ പോകണം എന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം. പക്ഷെ ശരിയാവാത്തത് കൊണ്ട് എന്തായാലും മരുമകനെ ഫോട്ടോ എടുത്ത് കൊടുക്കാം. ഒറ്റയ്ക്ക് പോകുമ്പോൾ ഇതെങ്ങനെ കൊടുക്കും, രണ്ടുപേരും കൂടെ പോകണമെന്നല്ലോ എന്നൊക്കെ വിചാരിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ആ ഫോട്ടോ എടുത്ത് കൊടുത്തത്. പക്ഷെ പോകുവാനായിട്ടും മരുമകൻ എല്ലാം റെഡിയായി ഒരു കുറച്ച് സമയത്തിന് മുമ്പ് മെസ്സേജ് വന്നു മകളുടെയും വിസ ശരിയായിന്ന്. അങ്ങനെ രണ്ടുപേരും കൂടിയാണ് ഈ ഫോട്ടോയും കൊണ്ട് ദുബായിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ സിന്ധുവിൻ്റെ മകൾക്കും മരുമകനും എല്ലാവിധ ആശംസകളും നേരുകയാണ്. അവർക്ക് എപ്പോഴും സായിബാബ തുണയായിട്ടിരിക്കട്ടെ, അവർക്ക് സന്തോഷമുള്ളൊരു വിവാഹ ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.